മലർക്കാവിൽ മണം വീശും മലരായി മഹനീയ മലർമുത്ത് മണിമുല്ല മനസ്സകം കുളിർപ്പിക്കും മണിമുത്ത വിളങ്ങിടും സയ്യിദ് അലവി വലിയുള്ള മമ്പുറം മലർക്കാവിൽ മണം വീശും മലരായി മഹനീയ മലർമുത്ത് മണിമുല്ല മനസ്സകം കുളിർപ്പിക്കും മണിമുത്ത വിളങ്ങിടും സയ്യിദ് അലവി വലിയുള്ള മമ്പുറം മലർക്കാവിൽ മണം വീശും മലരായി മഹനീയ മലർമുത്ത് മണിമുല്ല. ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുൽ ഉലമക്ക് പകരം കടന്നു വന്നിട്ടുള്ള ഏത് സംഘടനകളും അതിന്റെ പ്രഖ്യാപിത ആദർശത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിച്ചു കൊണ്ടുപോകുന്നു എന്ന് അതത് സംഘടനകളുടെ നിലപാടുകളും വർത്തമാനങ്ങളും ഇടപെടലുകളും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആർക്കും ബോധ്യമാകുന്ന വസ്തുതയാണ്. സമസ്തകല ജമിയത്തുൽ ഉലമക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി കൊണ്ട് ബന്ധമോ ബന്ധനമോ വിരോധമോ ഇല്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തികച്ചും ആത്മീയതയുടെ ഔന്നത്യത്തെ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി സമസ്ത കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പേ തന്നെ സമസ്തകല ജമിയത്തുൽ ഉലമ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിർണായക പങ്ക് വഹിച്ച സമരത്തിൽ മുസ്ലിം സമൂഹത്തെ അതിന്റെ നേതൃത്വം കൊണ്ട് നിയന്ത്രിച്ചിരുന്നത് സമസ്തകല ജമിയത്തുൽ ഉലമയാണ്. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായ സന്ദർഭത്തിൽ ഇന്നലകളിലെ മഹാന്മാർ നയിച്ച ഏറ്റവും നിർണായകമായ സമരത്തെ അയവിറക്കിക്കൊണ്ട് അത് ധർമ്മയുദ്ധമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ബ്രിട്ടീഷ് വൈദേശികത്തെ തുടച്ചു മാറ്റിയതിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന സമസ്തകല ജമിയത്തുൽ ഉലമ സ്വതന്ത്രമായ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന് വേണ്ടി എക്കാലഘട്ടത്തിലും പിന്തുണ കൊടുക്കുകയും അതുമായി കൊണ്ട് സഹകരിക്കുകയും ചെയ്തു പോന്നിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സങ്കുചിത ദേശീയതയിലേക്ക് പോകുന്നതിനെ ഏറ്റവും കൂടുതൽ ആദർശപരമായി ചെറുക്കുന്ന പ്രസ്ഥാനം സമസ്തയാണ്. ഞാനും എൻ്റെ കെട്ടിയവളും ഒരു തട്ടാനും മാത്രം ഇന്ത്യയിൽ ജീവിച്ചാൽ മതി എന്ന രാജ്യത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്കെതിരെ ആദർശത്തിന്റെ പടവാള് കൊണ്ട് ചെറുത്തു തോൽപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കേരളീയ മുസ്ലിം സമൂഹത്തെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കാനുള്ള പരമാവധി ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമായി. അതുകൊണ്ട് വർഗീയതയുടെയും ഫാസിസത്തിന്റെയും ഭരണക്രമം കൊണ്ടുവരുന്നതിന് സമസ്ത ആദർശപരമായി കൊണ്ട് വിരോധിച്ചിരിക്കുകയാണ്. അത്തരമൊരു പ്രസ്ഥാനമായ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യുലർ ഭരണം രാജ്യത്ത് നിലവിൽ വരിക എന്നത് ശുഭോദർക്കമാണ്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാളുകളാവാനുള്ള ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ ഭരണക്രമം രൂപപ്പെട്ടു വന്നത് ശ്ലാഘനീയമാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ നാട് വർഗീയതയിലേക്കോ അതല്ലെങ്കിൽ ഭീകര സംഘടനകളിലേക്കോ ഭരണക്രമം പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിച്ചു നിർത്തിയ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മതേതര സംഘടനകൾ ആ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ ബദൽ സംവിധാനമായി കൊണ്ട് കടന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും ഫാഷിസത്തെ ചെറുക്കാനുള്ള കൃത്യമായ നിയമ നടപടികളുമായി കൊണ്ട് ഭരണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഏറ്റവും ശക്തമായ ഇന്ത്യയെ ആ നിലയിൽ തന്നെ നിലനിർത്താൻ സാധിച്ചതിൽ UPA ഗവൺമെന്റിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ആ ഒരു രാജ്യത്തെ സംവിധാനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിനും കുറച്ച് ദിവസങ്ങൾക്കും അപ്പുറമായി കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കേരളത്തിലെ മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിരിക്കുന്ന റോളൊന്നും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കാനോ ഇന്ന സ്ഥാനാർത്ഥിക്ക് കൃത്യമായി കൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറയാനോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മെനക്കെട്ടിട്ടില്ല, അതിന് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ നേടിയിട്ടുള്ള UDFന്റെ വൻ വിജയത്തിൽ സമസ്തക്ക് യാതൊരു അവകാശവാദവും ഇല്ല. അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനോ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ പാർട്ടിക്കുണ്ടാക്കിയ വോട്ടിന്റെ പിതൃത്വം അവകാശപ്പെടാനോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ സമസ്ത കേരള സുന്നി പാർട്ടി ഫെഡറേഷനോ ആ നിലയിൽ പോകുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു എട്ടുകാലി മമ്മൂഞ്ഞാവാൻ സമസ്ത ഇല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അത് മതബോധമുള്ള ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുകയാണ്. ആ സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി അതിന് വിഘാടം സൃഷ്ടിക്കുന്ന ആര് വന്നാലും അതേത് കോണിലൂടെയാണ് വരുന്നത് അതേ കോണിലൂടെ അതിനെ പ്രതിരോധിക്കുക എന്നത് സമസ്തയുടെ ആദർശപരമായ ഒരു സമരഭാഗമാണ്. ആ നിലയിൽ നിന്നുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കോടിച്ചിറയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകന്മാർ ഹൗസ് ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ആദർശ ബോധവൽക്കരണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ചില സംഘടനകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടത്തിൽ എല്ലാവരെ പോലെയും അന്നാരക്കണ്ണനും തന്നാലായത് എന്ന പോലെ അതിൽ SKSSFും ഭാഗഭാക്കായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാനോ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനോ സമസ്ത അതിന്റെ സംഘടനാപരമായ നിലപാടുകൾ എടുത്തു എന്നല്ല അതിന്റെ അർത്ഥം. കാരണം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ രാഷ്ട്രീയപരമായി നിലപാടെടുക്കാനും തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാനുമുള്ള ശക്തിയും സ്രോതസ്സും ആർജവും ആൾബലവും ഒക്കെ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ചില നിരീശ്വരത്വം വളർത്താൻ വേണ്ടി ശ്രമിച്ച കഴിഞ്ഞ 3 വർഷക്കാലത്തെ കേരള ഗവൺമെന്റിന്റെ നിലപാടുകളെ വിമർശിക്കാൻ സമസ്ത തെരഞ്ഞെടുപ്പിലും ശ്രമിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിക്കും. രണ്ടാമതായി ഒരു മതസംഘടനയുടെയും ലേബിളിൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയും മത്സരിച്ചിട്ടില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് ഒരു മതസംഘടനയുടെ 2 പ്രതിനിധികൾ മലപ്പുറത്തെ 2 സീറ്റിൽ മത്സരിച്ചു. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ കൊണ്ട് പുറത്തുപോയവരായിരുന്നു. അവരുടെ നോമിനിയായി കൊണ്ട് അഹമഹമിക മത്സരിച്ചു കൊണ്ടായിരുന്നു 2 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത്. ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊണ്ട് പുറത്താക്കപ്പെട്ടവർ ഏതൊരു കാര്യം പറഞ്ഞുകൊണ്ടാണോ പുറത്തു പോയത് അല്ലെങ്കിൽ പുറത്താക്കപ്പെടാൻ കാരണമായത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ദുശക്തികളെ പരാജയപ്പെടുത്തുക എന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാകില്ല. അതെല്ലാ മേഖലകളിലും വിഘടിത വിഭാഗത്തെ അത് കേരളത്തിൽ 0 എന്ന് ബോധ്യപ്പെടുത്താൻ സമസ്ത അതിന്റെ നിലപാടുകൾ എടുക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിന്റെ ചില അവകാശവാദങ്ങളുമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ തൊട്ടുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സംഘടന മുന്നോട്ട് വന്നപ്പോൾ ആ സംഘടനയെ കുറിച്ചുകൊണ്ട് ചിലർ മനസ്സിലാക്കി ഇയാളുടെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ നേതാവിന്റെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടെന്ന്. അതുകൊണ്ട് അയാളും അയാളുടെ പ്രസ്ഥാനവും എന്തോ ആണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങളുടെ മുമ്പാകെ അയാൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക സമസ്തയുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം തെളിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സമസ്ത ചില ബോധവൽക്കരണ പ്രഭാഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സമസ്തയും SKSSFും UPA ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നവരാണ് എന്ന് പറയുന്നില്ല. കേരളത്തിൽ UDFന് അധികാരത്തിൽ UDFന് 10-16 സീറ്റുകൾ ഉണ്ടാക്കുന്നതിൽ
സമസ്തയായിരുന്നു അതിന്റെ പിതാവ് എന്ന് അവകാശപ്പെടാൻ ഞങ്ങളില്ല. കാരണം അതൊക്കെ രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യമാണ്, അതിൽ ഞങ്ങൾ ഇടപെടാറില്ല. പക്ഷെ അങ്ങനെ ഞങ്ങൾ അവകാശപ്പെട്ടു എന്ന രൂപത്തിൽ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന ഇന്നലെ നടന്ന പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്തു, രൂക്ഷമായിക്കൊണ്ട് സമസ്തയെ വിമർശിച്ചു എന്നും അഭിമന്യനായ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെയും ഈ വിനീതനെയും പാർട്ടിയുടെ പ്രവർത്തക സമിതിയിൽ വെച്ചുകൊണ്ട് രൂക്ഷമായി വിമർശനം നടത്തി എന്നും ഇന്ന് 2 പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ 2 പത്രം ഏതാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, ആർക്കും മോഹിക്കാവുന്നതാണ്. ഒന്ന്, കേരളത്തിൽ അല്പം പോലും സർക്കുലേഷൻ ഇല്ലാത്ത, പലപ്പോഴും തേടി പിടിച്ച് അങ്ങനെ ഒന്നുണ്ടെന്ന് കണ്ടാൽ പെടാപ്പന നടത്തിക്കൊണ്ട് അത് കാണാൻ വേണ്ടി ബുദ്ധിമുട്ടാകുന്ന ഒരു പത്രം വിഘടിത സുന്നികളുടെ മുഖപത്രം. മറ്റൊന്ന്, കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന തീവ്രവാദി സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രം. ഈ പത്രമല്ലാതെ ആ വാർത്ത ഇന്ന് കേരളത്തിൽ ഒരു പത്രത്തിൽ വന്നിട്ടില്ല. വേറെ ഒരു ഭാഗത്തും അതുണ്ടായിട്ടില്ല. ഞാൻ ആദ്യമായി കൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുകയാണ്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ EK വിഭാഗം നേതാക്കൾക്ക് രൂക്ഷ വിമർശനം എന്ന തലവാചകത്തോടു കൂടിയാണ് വിഘടിത സുന്നി പത്രം ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. മലപ്പുറം മൈതാനിലെ സ്വലാത്ത് നഗരിക്കെതിരായി EK വിഭാഗം രൂപവൽക്കരിച്ച സലാമത്ത് നഗർ ലീഗിനെ തകർക്കുമെന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് PS സലാമും ജനറൽ സെക്രട്ടറി അഷ്റഫ് മാടൻ എന്നിവർ ചൂണ്ടിക്കാട്ടി. ഇത് മറ്റംഗങ്ങളും ശരിവെച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു ഭാഗം, മലപ്പുറം പൊന്നാനി മുസ്ലിം ലീഗിന്റെ വിജയത്തെ SKSSF അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ യോഗത്തിൽ വിമർശനമുണ്ടായി. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെയും നാസർ കൂടത്തായിയെയും ശക്തമായി വിമർശിച്ചു. കണ്ണൂരിലെ ഇരിക്കൂരിലുണ്ടായ സംഭവം ലീഗിന് ദോഷം ചെയ്യുമെന്ന് ജില്ലയിൽ നിന്നുള്ള അൻസാരി തില്ലങ്കേരി, മഹമ്മൂദ് അഞ്ചാംകുളം, KP ത്വാഹിർ എന്നിവർ ചൂണ്ടിക്കാട്ടി. അതാണ് വിഘടിത സുന്നികളുടെ വാർത്തയുടെ ഒരു ഉള്ളടക്കം. മറ്റൊന്ന്, പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രത്തിലാണ് SKSFനെയും EK സുന്നിയെയും രൂക്ഷമായിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതിയിൽ വിമർശിച്ചു എന്നാണ് അതിലും വ്യംഗ്യമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാനും അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വന്നതായതുകൊണ്ട് ഇന്ന് ചില കുട്ടികൾ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ചില ഭാഗത്ത് പ്രദർശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, കാരണം പത്രം മാലോകർ കാണില്ല, അങ്ങനെ എങ്ങാനും വന്നാൽ 10 ആളെ കാണുമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തെരുവോര തൊട്ടിക്കൽ മാത്രമേ ഇവിടെ നിർവാഹമുള്ളൂ എന്നതുകൊണ്ട് ആ സാധുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഈ ജനങ്ങളെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ട് പറയും, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതിയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ ഈ പതാക താഴെ വെച്ചുകൊണ്ട് വേറെ പണിയെടുക്കാൻ ഈ വിനീതൻ തയ്യാറാണ്. കാണ്ടപുരം വിഭാഗത്തിന്റെ ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ ഇന്നത്തെ ഈ ദിവസത്തിൽ വന്ന വാർത്ത ശരിയാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഈ വാർത്ത വന്നതിന്റെ ശേഷം ഏകദേശം ഉച്ചയോടടുത്ത സമയത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമാദരണീയനായ പ്രസിഡന്റ് KM ഷാജി, യൂത്ത് ലീഗിന്റെ ട്രഷറർ പ്രിയപ്പെട്ട സാദിഖ് അലി, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനൊരു വാർത്ത വന്നതായി ചില പ്രവർത്തകന്മാർ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ ആ 2 പത്രവും കണ്ടിട്ടില്ല, ഞങ്ങൾ അത് അന്വേഷിക്കുകയാണ്, സാധനം ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞങ്ങളത് പരമാവധി ശ്രമിക്കുന്നുണ്ട്, എന്നാൽ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ യോഗത്തിലുണ്ടായിട്ടില്ല. ഈ കാര്യം ആരുടെ മുമ്പിൽ നമുക്ക് സമർത്ഥിക്കാം? കാരണം അവർ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ 2 MP-മാർ തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചതും
വിഘടിത സുന്നികളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിച്ചതും സ്ത്രീകൾക്കെതിരെ തീകളോട് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന ചില മുസ്ലിയാർ കുട്ടിമാർ തലക്കെട്ട് കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തിയപ്പോൾ യഥാർത്ഥ ഹക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്തത് സമസ്തയുടെയും SKSSFന്റെയും പ്രവർത്തകന്മാരാണെന്ന് മുസ്ലിം ലീഗിനും മുസ്ലിം യൂത്ത് ലീഗിനും കൃത്യമായ ബോധമുണ്ട്. ആ കാര്യത്തിൽ ബന്ധപ്പെട്ട ലീഗ് നേതാക്കന്മാർ തന്നെ സംസാരിച്ചതുമാണ്. ഞാൻ അവരുടെ അവകാശവാദത്തെയോ അല്ലെങ്കിൽ അവരുടെ അഭിനന്ദന വചനത്തെയോ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയല്ല. പക്ഷെ അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അങ്ങനെ ചർച്ച ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അഭിനന്ദനത്തിന്റെ പദപ്രയോഗങ്ങൾ മാത്രമേ ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ വന്നിട്ടുള്ള 2 പീറപത്രമാണെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ടായ തെറ്റിദ്ധാരണ നീക്കാനുള്ള പ്രവർത്തനവും പ്രചരണവും തെറ്റിദ്ധാരണ കാര്യങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് ചെയ്തോളാം. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. ക്ഷീരമുള്ള അഗ്രിഞ്ചുവട്ടിലും ചോര കണ്ട കൊതുകിന്റെ കൗതുകം എന്ന കവിവാചകം പോലെ ഈ 2 പത്രത്തിനും ദുനിയാവിലുള്ള ഏകയുള്ള പ്രവർത്തനം പരസ്പരം ഭിന്നിപ്പിക്കുകയും പരസ്പരം അകറ്റുകയും ചെയ്യുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരോട് അവരുടെ പത്രം ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിന്റെ പണ്ട് മാധ്യമം നിർവഹിച്ച ആ പണിയല്ലാതെ മറ്റെന്താ ഇന്ന് നിർവഹിക്കുന്നത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 2 വാർത്തയും വാസ്തവ വിരുദ്ധമാണ്. തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഉണ്ടെങ്കിൽ ഞാൻ അവരെ ആവർത്തിച്ച് വെല്ലുവിളിക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പിന്തുണച്ച കാന്തപുരം വിഭാഗം സുന്നികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു നിലപാടാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. കാന്തപുരം എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് വരെ രംഗത്ത് വന്നിട്ടില്ല. കേരളത്തിലെ സകല പത്രങ്ങളും വിളിച്ചു ചോദിച്ചു ആ മനുഷ്യൻ ഉണ്ടോ. ചാനലിൽ നിന്നുകൊണ്ട് ചില അറിയുന്ന സുഹൃത്തുക്കൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ എവിടെയാണ്. ഞങ്ങൾ ചോദിച്ചു അയാൾ എവിടെ, നിങ്ങൾ അന്വേഷിക്കണം. അയാളുടെ PA ഫോൺ എടുക്കുന്നു, ഉസ്താദിനെ പിന്നെ തരാമെന്ന് പറഞ്ഞു, പിന്നെ കിട്ടുന്നില്ല. ഇന്ന് വരെ തെരഞ്ഞെടുപ്പിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് കാമ അയാൾ ഉച്ചരിച്ചിട്ടില്ല. കേരളത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും രാഷ്ട്രീയപരമായ വിഷയങ്ങൾ ഉണ്ടായാലും ആളാവാൻ പ്രസ്താവനയും നടത്തി മുന്നോട്ട് വരുന്ന കാന്തപുരം അയാളോ അയാളുടെ അണികളോ അയാളുടെ നേതൃത്വമോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോലാഹലം ഇവിടെ നടന്നിട്ടും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നട്ടെല്ല് നഷ്ടപ്പെട്ട ഒരു വിഭാഗം. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൗണ്ടിംഗ് നടന്നതിന്റെ ശേഷം മലബാർ ഏരിയയിലെ സകല MP-മാർക്കും ഒരു കത്ത്, കാന്തപുരം സ്വന്തം കൈപ്പടിയിൽ ഒപ്പിട്ട കത്ത്, സ്വർണലിപികളാൽ എഴുതപ്പെട്ട കത്ത്, നല്ല വർണ്ണശബളമായ ലെറ്റർ ഹെഡ് കേരളത്തിലെ സകല മലബാറിലെ MP-മാർക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ എനിക്കറിയാം രാഘവന് കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട്ട് MP, കണ്ണൂരിലെ സുധാകരന് കിട്ടിയിട്ടുണ്ട്, മലപ്പുറത്ത് E അഹമ്മദ് സാഹിബിന് കിട്ടിയിട്ടുണ്ട്, വയനാട്ടിൽ MI ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്, പൊന്നാനി ET മുഹമ്മദ് ബഷീർ സാഹിബിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ പലരും അത് വായിച്ചു നോക്കിയിട്ടില്ല. കാന്തപുരത്തിൻ്റെതാണെന്ന് കണ്ടപ്പോ മാറ്റിവെച്ചു. അതിൽപ്പെട്ട ഒരാൾ അത് പിച്ചു ചിന്തി, ബാക്കിയുള്ളവരെല്ലാം അവഗണിച്ചു. ഒരാൾ മാത്രം വായിച്ചു, താഴെ വെച്ചു. അവരെല്ലാവരും നമ്മളുമായി കൊണ്ട് ബന്ധപ്പെട്ടു. ഇങ്ങനൊരു അവകാശവാദമുണ്ടെന്ന്. എന്താ കത്തിൽ എഴുതിയത് എന്നറിയും. ET മുഹമ്മദ് ബഷീർ സാഹിബ് MP അവർക്ക്, K സുധാകരൻ MP അവർക്ക്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മുടെ പ്രസ്ഥാനം വഹിച്ച പങ്ക് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നാം അതിൽ സന്തോഷവാന്മാരാണ്.
സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന ക്ഷേമവും ക്ഷാമവും അന്വേഷിച്ചുകൊണ്ട് ചില നിലപാടുകൾ എടുക്കുമ്പോൾ നിഷ്പക്ഷമായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ പരമാവധി ശ്രമങ്ങൾ നടത്തണമെന്നും കേരളത്തിലെ സുന്നികളെ മാന്യമായി പരിഗണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി, ഒപ്പ്. ഇതാണ് കത്ത്. എല്ലാവർക്കും ഒരേ കോപ്പിയാണ്. ആ കത്ത് കിട്ടുന്നത് എപ്പോഴാ? കൗണ്ടിങ് കഴിഞ്ഞ ഉടനെ. കൗണ്ടിങ് നടക്കുന്ന സന്ദർഭത്തിൽ കാന്തപുരം നാട്ടിലില്ല, പക്ഷെ ആൾ ഒപ്പിട്ടിരിക്കുന്നു കത്തിൽ. എന്താണ് അതിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന്റെ മുമ്പേ ഈ കത്ത് തയ്യാറാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അതിന് വേറൊരു അർത്ഥമുണ്ട്. ആ കത്ത് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഇന്ന ആൾ ജയിക്കുമെന്ന് കാന്തപുരത്തിന് നേരത്തെ അറിയാമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. മറിച്ച് എന്താ കാരണം? ആര് ജയിച്ചാലും ജയിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി ഓരോ മണ്ഡലത്തിലും ഈ 2 കത്ത്. അപ്പൊ റിയാസ് ജയിച്ച റിയാസിന് വേണ്ടി മുഹമ്മദ് റിയാസ് MP അവർക്ക് എന്ന വേറെ കത്തുണ്ട്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി MP എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കത്തുണ്ട്. കാരണം ഉള്ളാൾ തങ്ങളുടെ കറാമത്തും ബുഖാരി തങ്ങളുടെ മോജിസത്തും എല്ലാം കൂടി കിട്ടേണ്ടത് ആർക്കാ? ഹുസൈൻ രണ്ടത്താണിക്കാണ്. അതുകൊണ്ട് ഹുസൈൻ രണ്ടത്താണി MP. അതുകൊണ്ട് ആ കത്ത് നേരത്തെ ഉണ്ട്. ഇനി അഥവാ ഈട്ടി ജയിച്ചാലോ ഈട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഈട്ടിക്കും വേണ്ടി വേറെ കത്ത്. അപ്പൊ നേരത്തെ തന്നെ ജയിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി കത്തുകൾ, ഈ 2 കത്തുകൾ, ഒരു പക്ഷെ വയനാട്ടിൽ 3 കത്തുണ്ടാവും. കാരണം സ്വന്തം അണികൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് കൊടുക്കണമല്ലോ കത്ത്. ആ അടിസ്ഥാനത്തിൽ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 3 കത്തുണ്ടായിരിക്കണം. അവിടെ ഇടതും വലതിന്റെ പുറമെ ഒരു NCPക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. കാരണം അണികൾ പ്രവർത്തിച്ചത് ആ ഭാഗത്ത് അതിന് വേണ്ടിയാണ്. അപ്പൊ അയാൾക്കും കൊടുക്കണം കത്തും. ഈ രൂപത്തിൽ അവകാശവാദവുമായി മുന്നോട്ട് വരികയും ജയിച്ചപ്പോൾ അത് എന്റെ വോട്ട് കൊണ്ടാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, മഞ്ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണ ജയിക്കുന്ന മുസ്ലിം ലീഗ് തോറ്റു. മുസ്ലിം ലീഗ് പറയുന്നു അത് രാഷ്ട്രീയപരമായ കാരണം കൊണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ആ ദിവസം നടത്ത പത്രസമ്മേളനത്തിലും പറഞ്ഞു മഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടത്. രാഷ്ട്രീയപരമായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ തന്നെ ഉണ്ടായ രാഷ്ട്രീയപരമായ ചില അപജയം എന്നാണ് അതിന്റെ അർത്ഥം. അത് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാവാം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അമിതമായിരിക്കുന്ന പ്രതീക്ഷ കൊടുത്തു, അതുകൊണ്ട് അണികൾ ചില ആളുകൾ പ്രവർത്തിച്ചിട്ട് കുറവ് സംഭവിച്ചിട്ടുണ്ടാവാം, മുന്നണി ബന്ധങ്ങളിൽ ഉലച്ചിൽ തന്നിട്ടുണ്ടാവാം. അതൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ എന്ന് സാമാന്യമായി കൊണ്ട് ആർക്കും ബോധ്യമാകുന്നത് ആ കാരണമാണെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു. രാഷ്ട്രീയപരമായ കാരണങ്ങളെ കൊണ്ടാണ്. അത് മഞ്ചേരി പാർലമെന്റുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. പൊന്നാനിക്കര ബാധകമായിരുന്നില്ല. കാരണം കാന്തപുരത്തിന്റെ വിഭാഗം മഞ്ചേരി മാത്രമല്ല പൊന്നാനിയിലുമുണ്ട് ഉണ്ടെങ്കിൽ. പക്ഷെ പൊന്നാനിയിൽ മുസ്ലിം ലീഗിന് ശക്തമായ വിജയമാണ് കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായത്. അപ്പൊ മഞ്ചേരിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നമാണ്. ഇരിക്കട്ടെ, ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഒരു പരാജയം നേരിട്ടപ്പോൾ അത് അവകാശപ്പെടാൻ വന്നവർ ആരാ? ആ പരാജയത്തിന്റെ പിതൃത്വം അവകാശപ്പെടാൻ ഞങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നും സുന്നികൾ മാന്യമായി പകവീട്ടിയെന്നും മുസ്ലിം ലീഗിന്റെ 2 കിഡ്നി ഉണ്ടായിരുന്നതിൽ ഒരു കിഡ്നി ഞങ്ങൾ ഊരിക്കളഞ്ഞു, 2ാമത്തെ കിഡ്നി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഊരും എന്നും പറഞ്ഞു ഈ വിജയം അവകാശപ്പെടാൻ രംഗത്ത് വന്നത് ആരാണ്? കാന്തപുരം സുന്നികൾ. അത് തികഞ്ഞ പച്ച തറ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്ന് വരെ CPM-ന്റെ പ്രവർത്തകന്മാർ പോലും പിടിക്കാത്ത മുദ്രാവാക്യം അവർ വിളിച്ചു. തെരുവോരങ്ങളിൽ കയറി വന്നുകൊണ്ട് തലക്കെട്ട് കെട്ടിയ മതപണ്ഡിത വേഷധാരികൾ ആഭാസ പ്രകടനം ചവിട്ടി. കുന്നമംഗലത്തേക്ക് കാരന്തൂർ മർക്കസിൽ നിന്നുകൊണ്ട് ലോറി പുറത്ത് പ്രകടനം. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി സഖാഫി ഒരു ഭാഗത്ത് തലക്കെട്ട് കെട്ടി, വെള്ള തലക്കെട്ടും കെട്ടി. സഖാബ് തൊട്ടടുത്ത് ചുമന്ന തലക്കെട്ടും കെട്ടി. രണ്ടാളും ചേർന്ന് നിൽക്കുന്നു. സിനിമ പാട്ട് പാടുന്നു. ലജ്ജാവതിയെ തൊട്ടുരുമ്മി നിന്നാട്ടെ.
ആ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചുകൊണ്ട് പിമ്പാകത്തോട് ചേർന്ന് കൂട്ടിമുട്ടിച്ചുകൊണ്ട് ആഭാസത്തറ പ്രകടനം കുന്നമംഗലത്ത് നടത്തിയത്. അരീക്കോടിനടുത്ത ഒതായി പോത്തിന് പച്ച പെയിന്റ് അടിച്ചു. പച്ച പെയിന്റ് അടിച്ച പോത്തിനെ നടു റോട്ടിലൂടെ നടത്തിച്ചു. അതിന്റെ മേലെ ശിഹാബ് തങ്ങളുടെ കോലമുണ്ടാക്കി. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഒരാളെയും നോവിക്കാതെ നിലപാടെടുക്കുന്ന ശിഹാബ് തങ്ങൾ ആ തങ്ങളുടെ കോലമുണ്ടാക്കി പോത്തിന്റെ മേലെ ഇരുത്തിച്ച് പോത്തിനെ അങ്ങാടിയിലൂടെ നടത്തിച്ചു. അങ്ങാടിയിൽ കൊണ്ടുവന്ന് ശിഹാബ് തങ്ങളുടെ കോലം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കത്തിച്ചു. പച്ച പെയിന്റ് അടിച്ച പോത്തിനെ അറുത്തു. അറുത്ത പോത്തിനെ വെച്ചു. മാംസവും റെഡി, ഭക്ഷണം റെഡി, അരി വേവിച്ച് ചോറുമുണ്ടാക്കി. പാക്കറ്റുകളാക്കി വീട് വീടാന്തരം കയറി കൊടുത്തു. അതിലൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു, പാണക്കാട്ടെ ശിഹാബ് തങ്ങളുടെ കണ്ണോക്കിന്റെ ചോറാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കവേ ശിഹാബ് തങ്ങളുടെ 3 കഴിച്ചത് വിഘടിത സുന്നികളാണ്. 5 വർഷമായി കൂട്ടരെ കേരളത്തിലെ സുന്നികൾ കടിച്ചുകൊണ്ട് അത് വിഷമത്തോടു കൂടിയാണ് അനുഭവിച്ചു പോകുന്നത്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടവരാണ് കേരളത്തിലെ സുന്നികൾ. കാരണം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള സയ്യിദന്മാരുടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തത് സമസ്തയാണ്. അതുകൊണ്ട് പാണക്കാട് തങ്ങളെ അവഹേളിക്കുമ്പോൾ ഏറ്റവും അധികം വേദനിക്കുന്നത് കേരളത്തിലെ സുന്നികളാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഇതൊക്കെ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് സഹിച്ചത്. പക്ഷെ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. അതേ സംബന്ധിച്ചുകൊണ്ട് പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കടിച്ചിറക്കി സഹിച്ചതാണ്. ആ രൂപത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് ശേഷം പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയപരമായ കാരണത്താൽ മുസ്ലിം ലീഗിന് ചില MLA സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. കേരളം മുഴുവനും മാഞ്ഞു വീശിയ LDF തരംഗമായിരുന്നു. സ്വാഭാവികമായി മലപ്പുറത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചില സീറ്റുകൾ പോയി. അതും രാഷ്ട്രീയപരമായിരുന്നു എന്ന് ആ പാർട്ടി നേതാക്കന്മാർ പറയുന്നു. പാർട്ടി വിലയിരുത്തേണ്ട കാര്യമാണ്, നമ്മൾ ഇടപെടാൻ പോവേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ വിജയിച്ചു വന്നിരുന്ന ഒരാൾ അല്ല 2-3 ആളുകൾ കാന്തപുരത്തിന്റെ ആശീർവാദം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നിന്നതെന്നും ഞാൻ വിജയിച്ചതെന്നും അവകാശവാദവുമായി രംഗത്ത് വന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു കുറ്റിപ്പുറക്കാരൻ KT ജലീൽ, കൊടുവള്ളിക്കാരൻ PT റഹീം എന്നിത്യാദി ചണ്ടി ഭണ്ഡാരങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിക്കൊണ്ട് പറഞ്ഞു കാന്തപുരം ആശീർവദിച്ചു വിട്ടാൽ ഞങ്ങൾ ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പ്രകടനവും ഇതേ രൂപത്തിൽ തന്നെയാണ് കാന്തപുരം നടത്തിയത്. ജയിച്ചവർക്കൊക്കെ അവരുടെ സ്ഥാപനത്തിൽ സ്വീകരണങ്ങൾ നടത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ചില നേതാക്കന്മാരായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകളെ പഴയ കാലഘട്ടങ്ങളെക്കാൾ കൂടുതൽ ആദർശപരമായി കൊണ്ട് സ്വീകരിച്ചു. നിരീശ്വരൻ തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർത്ത ഇസ്ലാമിക വിരോധത്തിന്റെ കനക്കട്ടിയായ VS അച്യുതാനന്ദൻ പിണറായി വിജയനുമായി ഉടക്കി നിൽക്കുന്നു എന്ന ഗുണമല്ലാതെ ദുനിയാവിൽ യാതൊരു ഗുണവും ചെയ്യാത്ത VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കൊടും ഇസ്ലാമിക വിരോധിയെ അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് നടത്തി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നഗറിലേക്ക് ആനയിച്ചു സൽക്കരിച്ചു. സഖാവ് പിണറായി വിജയന് മർക്കസിൽ പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തി. ഓരോ സഖാഫിമാരും സഖാക്കളാവാൻ പരമാവധി ശ്രമിച്ചു. മർക്കസ് പരമാവധി മാർക്സിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. വിഘടിതൻ ഒരൊറ്റ കുട്ടി പോലും മാർക്സിസ്റ്റുകളെ പിണക്കുന്ന യാതൊന്നും നടത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. TK ഹംസയെ മൗലാനയായി അവതരിപ്പിക്കാൻ നോക്കി. TK ഹംസ വരുന്ന വേദിയിൽ കുട്ടികൾ അയാൾ എന്തെങ്കിലും ഒന്ന് അറബി വാക്കി ചൊല്ലിയ തക്ബീർ കൊണ്ട് സ്വീകരിച്ചു. എന്തെല്ലാം നാടകം നമ്മുടെ കേരളത്തിൽ കണ്ടു. മതവിരോധിയായ ഒരാളെ
വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിച്ചപ്പോൾ അയാൾ മലപ്പുറത്ത് നടത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ മതവിരോധിയല്ല. മതവിശ്വാസിയാണോ ദൈവവിശ്വാസിയാണോ? മറുപടിയില്ല. അയാൾ ആനയിച്ചു നടന്നു. അയാൾ പറയുന്നതിനൊക്കെ തക്ബീർ ചൊല്ലിക്കൊടുത്തു. അയാൾ ജുമയ്ക്ക് പോകുന്നുണ്ടെന്ന് ഇവരുടെ പത്രം കരുതി കൂട്ടിക്കൊണ്ടെഴുതി. വഖഫ് ബോർഡിന്റെ ചെയർമാൻ KV അബ്ദുൽ ഖാദർ, അയാൾ ജുമയ്ക്ക് പോയ സിറാജിന് വാർത്തയായി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജുമയ്ക്ക് പോയ സിറാജിന് വാർത്തയല്ല. കാരണം കാന്തപുരം ജുമയ്ക്ക് പോകുന്നുണ്ടെന്നാ ഞങ്ങൾക്കും ഉറപ്പാ. ഉള്ളാൾ തങ്ങൾ ജുമയ്ക്ക് പോയ സിറാജിന് വാർത്തയല്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ ജുമയ്ക്ക് പോയ സിറാജിന് വാർത്തയാണ്. കാരണം നടക്കാത്തൊന്നും നടന്ന വാർത്ത ആണല്ലോ. ഇപ്പൊ രാത്രിയാണെന്ന് പത്രത്തിൽ എഴുതേണ്ട കാര്യമില്ല. ഇപ്പൊ പകലാണെന്ന് ആരോ പറഞ്ഞാൽ അതിന് വട്ടാണെന്ന് പത്രത്തിൽ എഴുതും. അതുപോലെയായിരുന്നു വഖഫ് ബോർഡ് ചെയർമാൻ ജുമയ്ക്ക് പോയി എന്ന് പറഞ്ഞു. പിണറായി വിജയന്റെ കേരള യാത്ര നടന്ന സമയത്ത് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് മുള്ളൂർക്കരക്കാരൻ സഖാഫി പറഞ്ഞത്, ഞാൻ എല്ലാ പ്രാവശ്യം ഹജ്ജിന് പോകാറുണ്ട്, ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ വിഷമം എനിക്ക് പോയി. ഹജ്ജിന് പോകുന്നതിനേക്കാൾ വലിയ തൗഫീക്ക് എനിക്കൊരു കാര്യത്തിൽ കിട്ടി. അഥവാ സഖാബ് പിണറായി വിജയന് സ്വാഗതം പറയാനുള്ള ഭാഗ്യം. പിണറായിയെ സ്വാഗതം ചെയ്തതോടുകൂടി ഹജ്ജിന് പോവാൻ കഴിയാത്ത ദുഃഖം എനിക്ക് പോയി. അതിലും ഹൈർ ഇതാണ്, പിണറായി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന പെടാപ്പതിലായിരുന്നു സഖാഫിമാർ. എല്ലാ സ്ഥലത്തും ആ രൂപത്തിലുണ്ടായിരുന്നു. പിണറായിക്ക് ഫാൻസ് ഉണ്ടാക്കുക, ആരാധക സംഘത്തുണ്ടാക്കുക. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം നടന്ന സമയത്ത് തുടക്കത്തിൽ കൂടെ നിന്നു യുദ്ധരംഗത്ത് ഒളിച്ചോടി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന 3 വർഷക്കാലം ഇടതുപക്ഷത്തെ പ്രീതിപ്പെടുത്താനും മാർക്സിസത്തെ സ്വീകരിക്കാനും കമ്മ്യൂണിസത്തെ പ്രചരിപ്പിക്കാനും പരമാവധി മതവേദികളും ആത്മീയ സദസ്സുകളും കാന്തപുരം വിഭാഗം ഉപയോഗപ്പെടുത്തി. സമസ്തകൾ ജമിയത്തുൽ ഉലമ പറഞ്ഞു, ആ വിഭാഗം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് അപകടമാണ്. മാർക്സിസത്തെ പ്രചരിപ്പിച്ചുകൂടാ, കമ്മ്യൂണിസത്തെ പ്രചരിപ്പിച്ചുകൂടാ. സമസ്തക്ക് 2-3 ലക്ഷ്യമുണ്ടായിരുന്നു. ഈ 3 വർഷക്കാലം ഈ ഗവൺമെന്റ് നടത്തിയ ഇസ്ലാമിക വിരുദ്ധ നിലപാട് ഞാൻ അത് ഓരോന്നെടുത്തുകൊണ്ട് പറയാൻ സമയമില്ലാകൊണ്ട് കിടക്കുന്നില്ല. അസൻ സഖാഫി ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ഒന്ന്, മതമില്ലാത്ത ജീവൻ എന്ന പാഠം സ്കൂളിൽ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ ദൈവം നിഷേധിക്കാനും ദൈവത്തെ തള്ളിപ്പറയാനും പഠിപ്പിച്ചു. പാട്ടബാക്കി CPM-ന്റെ സമ്മേളനത്തിന്റെ നാടകമാണ്. പക്ഷെ പാട്ടബാക്കി പാടത്തും പറമ്പിട്ട് പണിയെടുക്കുന്ന പട്ടണ പാമ്പകൾ അധ്വാനിച്ചുണ്ടാക്കി സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഭൂഷണമല്ല. അത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് MA ബേബിയാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി. മദ്രസയുടെ സമയം മാറ്റിയെടുക്കണം, മദ്രസ സംവിധാനം തകർക്കണം. അതിനെന്ത് വേണം? സ്കൂളിന്റെ സമയം നേരത്തെ ആക്കണം. അത് ഗവൺമെന്റ് ശ്രമിച്ചു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്തണം, ഗവൺമെന്റ് ശ്രമിച്ചു. ഇതൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന നിരീശ്വര സംഘടനയുടെ അജണ്ടയാണ്. ആ അജണ്ട നടപ്പാക്കി കൊടുക്കാൻ പരിഷത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വേഗം തൊക്കിലേന്തിക്കൊണ്ട് കുളിക്കാതെ നടന്ന് ജുബ്ബയും ധരിച്ചുകൊണ്ട് നടന്ന പഴയ MA ബേബി തനിക്ക് അധികാരം കിട്ടിയ സന്ദർഭത്തിൽ പരിഷത്തിന്റെ അജണ്ട സകലം നടപ്പാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഈ കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ ഇസ്ലാമിക സംസ്കാരത്തെയും മതവിശ്വാസത്തെയും തുടച്ചു നീക്കാനും കമ്മ്യൂണിസത്തെ പ്രചരിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ശ്രമിച്ചു. മലപ്പുറം മണ്ണിന് അവകാശപ്പെട്ട അലിഗഡ് ഓഫ് ക്യാമ്പസിന് പാരവെച്ചു. ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയ 400 കോടി രൂപയും അലിഗഡ് ഓഫ് ക്യാമ്പസിന്റെ അനുമതിയും വാങ്ങിവെച്ചാൽ മാത്രം മതിയായിരുന്നിട്ടും കേരള ഗവൺമെന്റ് അത് വാങ്ങിവെച്ചില്ല. പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അത് ലാപ്സായി. ഇന്നലത്തെ പത്രം പറയുന്നു അത് കേരളത്തിന് ഇനി കിട്ടുമോ എന്ന കാര്യം സംശയമാണ്.
മലപ്പുറത്തിന്റെ മണ്ണിന് അവകാശപ്പെട്ടത് തകർക്കാൻ ശ്രമിച്ചു. അതിന്റെ പ്രധാന കണ്ണിയെ വർത്തിച്ചത് ടി കെ ഹംസയാണ്. ടി കെ ഹംസയും മലപ്പുറം MLA ഉമ്മറും പഠനം നടത്തിക്കൊണ്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു. മലപ്പുറത്തെ പാണക്കാട്ടെ സ്ഥലം അലിഗഡ് ഓഫ് ക്യാമ്പസിന് പര്യാപ്തമാണ്. ഉമ്മറും ഹംസയും ഒരുമിച്ച് അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ അതിന്റെ ശേഷം ഹംസ പറഞ്ഞു അത് സ്ഥലം പര്യാപ്തമല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് വേറെ സ്ഥലമുണ്ട്, വേറെ കമ്പനിക്ക് കൊടുക്കണം. ഓപ്പോസിറ്റ് മൈൻഡോടുകൂടി പ്രവർത്തിക്കുകയും ഗവൺമെന്റിനെ അനുകൂലപരമായ സമീപനത്തിലേക്ക് അടുപ്പിക്കാൻ പോലും ശ്രമിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് മലപ്പുറത്തിന്റെ MP പാരവിച്ചു, മഞ്ചേരി MP, ഈ സ്ഥലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ MP. അങ്ങനെ തുടങ്ങി എണ്ണി കൃത്യമായി പറയാം 3 വർഷക്കാലം കേരള ഗവൺമെന്റ് പ്രവർത്തിച്ചത് ഇസ്ലാമിക വിരുദ്ധ, മതവിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് പ്രചരണ പ്രവർത്തനമാണ്. അതുകൊണ്ട് സമസ്ത ജമിയത്തുൽ ഉലമ പറഞ്ഞു അതിനെതിരെ ഈ സമൂഹം ജാഗ്രത പാലിക്കണം. ഹുസൈൻ രണ്ടത്താണി കാന്തപുരത്തിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? ഇവിടെ ആരും അത് സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം ഹുസൈൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയായി കൊണ്ട് നിർത്തുന്നതിന് മുമ്പിലെ വർത്തമാനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കാന്തപുരം വിഭാഗത്തിന് വേണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു. കാരണം ഞങ്ങൾ UDF-കാർക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം സമസ്തക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് ഹജ്ജിന്റെ ചെയർമാൻ സ്ഥാനം തന്നല്ലോ, ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ ചെയർമാൻ സ്ഥാനം കൊണ്ട് തൃപ്തി കൊട്ടുകൊള്ളണം, വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ കാന്തപുരത്തിന്റെ നോമിനിയാണ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി. കാരണം ഇടതുപക്ഷ പ്രവർത്തനത്തിൽ എവിടെയും ഹുസൈൻ രണ്ടത്താണിയെ കണ്ടിട്ടില്ല. പിണറായി വിജയൻ പറയുന്നു എനിക്ക് ഹുസൈൻ രണ്ടത്താണി അറിയുക പോലുമില്ല. അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന നേതാവിന്റെ PDP-യുമായി കൊണ്ട് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് പുലബന്ധം പോലുമില്ല. നാസർ മഅദനിക്ക് ഹുസൈൻ രണ്ടത്താണി അറിയോ എന്ന കാര്യം പോലും സംശയമാണ്. അതുകൊണ്ട് അയാൾ PDP-യുടെ നോമിനിയല്ല, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നിന്റെയും നോമിനിയല്ല. ഹുസൈൻ രണ്ടത്താണിക്ക് സംഘടനാപരമായി കൊണ്ട് നമ്മളെല്ലാം പരിചയപ്പെട്ട ഏകബന്ധം കാന്തപുരം സുന്നിയുടെ പ്രചാരകര പ്രവർത്തകനുമാണ്. കാന്തപുരത്തിന്റെ പ്രതിനിധിയായി സെമിനാറുകളിലെല്ലാം പങ്കെടുക്കുന്ന ഹുസൈൻ രണ്ടത്താണിയാണ്. അവരുടെ കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററാണ് ഹുസൈൻ രണ്ടത്താണി. അങ്ങനെ എല്ലാ നിലക്കും ഹുസൈൻ രണ്ടത്താണി അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധിയാണ്. പിണറായി പറഞ്ഞു കാന്തപുരം തന്നേക്ക് ആരെ വേണമെങ്കിലും PDP-യുമായി കൊണ്ട് സംസാരിച്ച് നമുക്കൊരു ഏർപ്പാടിലാക്കാം. അങ്ങനെ ഹുസൈൻ രണ്ടത്താണി കാന്തപുരം കൊടുക്കുന്നു, PDP സമ്മതിക്കുന്നു, പിണറായി വിജയൻ നിർബന്ധിച്ചുകൊണ്ട് അവിടെ നിർത്തുന്നു. CPI-യോ പോകുന്ന പോട്ടെ തന്നെ. അങ്ങനെയായിരുന്നു ഹുസൈൻ രണ്ടത്താണി എന്ന AP സ്ഥാനാർത്ഥി പൊന്നാനിയിൽ മത്സരിക്കുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് TK ഹംസ പരമാവധി AP സുന്നിയായി നടന്നു. ഫലത്തിൽ APക്ക് കേരളത്തിൽ 2 സ്ഥാനാർത്ഥി. അപ്പോഴാണ് സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ കാന്തപുരത്തിന്റെ സ്ഥാനാർത്ഥികളെ രംഗത്ത് വരുന്നവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം സമസ്ത തീരുമാനിച്ചു. ഈ തീരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തീവ്രവാദ വർഗീയ നിരീശ്വരവാദ ഭരണകൂടത്തിനെതിരെ ബോധവൽക്കരണം. 2 കാന്തപുരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമസ്തയെ അടിക്കാമെന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മോഹം തകർക്കണം. എന്നാൽ കാന്തപുരം സ്ഥാനാർത്ഥിയെ നിർത്തി അടങ്ങി നിന്നില്ല. അയാളുടെ പത്രക്കാർ ചോദിച്ചു നിങ്ങളുടെ നിലപാടെന്താ? ഞാനത് ഒരാഴ്ച മുമ്പ് പറയും. അതെന്താ? ഒരാഴ്ച മുമ്പ് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ സംഘടിതമായ രൂപത്തിന് ആ രൂപമുണ്ട്, അത് അങ്ങ് എത്തിച്ചോളും. അത് ആർക്കെന്നെ പറഞ്ഞൂടെ? അത് അണികൾക്കൊക്കെ അറിയാം ആർക്കാണ്. അങ്ങനെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതിന്റെ ഇടയ്ക്ക് അവരിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു പത്രത്തിൽ പറഞ്ഞു കോൺഗ്രസിന് വോട്ടിങ്ങുണ്ട്, കോഴിക്കോട് ജില്ലയിലുള്ള ആളാണ്. അപ്പോഴേക്കും അയാൾക്കെതിരെ ശാസന വന്നു. അങ്ങനെ പറയാൻ പാടില്ല. അയാളെ ഒരു ഭാഗത്തും അടുപ്പിച്ചില്ല. എന്നാൽ സംഘടനക്കകത്തുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം അയാൾ കാന്തപുരത്തോടുള്ള ദേശത്തെരുവിൽ പറഞ്ഞതാണ് അത് പടലപ്പിണക്കമാണ്, ഉള്ളിലെ പകയ. ഞാനത് പിന്നെ പറയാം സമയമുണ്ടെങ്കിൽ.
ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് പ്രചരണവുമായി കൊണ്ട് രംഗത്ത് വന്നു കാന്തപുരം വിഭാഗം. ആ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആത്മീയ സദസ്സുകൾ മുഴുവനും ഈ രണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു, പ്രചരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. സ്വലാത്തിന്റെ മജ്‌ലിസ് അതിനു വേണ്ടി ഉപയോഗിച്ചു. നാരിയ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കുട്ടികൾക്ക് ഓർഡർ കൊടുത്തു. വാലിന്റെയും മുറൂസിന്റെയും മജ്‌ലിസുകൾ മുഴുവനും ഉപയോഗപ്പെടുത്തി. അറബി കോളേജുകൾ മുഴുവനും കുട്ടികൾ അതിനു വേണ്ടി തയ്യാറാക്കി. 2-3 പത്രവും വീട് വീടാന്തരം കയറി വിതരണം ചെയ്തു. അതിൽപ്പെട്ട ഒന്ന് മുഖപത്രം എന്ന പേരിലാണ്. മുഖപത്രം എന്ന പേരിൽ എഴുതിയ പത്രം, അവരതിൽ പ്രധാനമായും പറഞ്ഞത് എൻകൗമിയയിലെ സുന്നി നേതാക്കന്മാരുടെ പ്രസ്താവനയാണ്. SYS നേതാക്കന്മാരെ പറഞ്ഞു, നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം, കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാൻ പാടില്ല. കാന്തപുരത്തിന്റെ പ്രസ്താവനയും അച്ചടിച്ചു വന്നു. നമ്മെ സഹായിക്കുന്നവരെ നാം സഹായിക്കും. ആരാ നമ്മെ സഹായിക്കുന്നവർ എന്ന് സുന്നികൾക്കറിയാം. ആരാണ് നമ്മെ ദ്രോഹിച്ചവർ ഇക്കാലം വരെ എന്നും സുന്നികൾക്കറിയാം. അതുകൊണ്ട് നമ്മെ സഹായിച്ചവരെ നാം സഹായിക്കുന്നു, ദ്രോഹിച്ചവരെ നാം ദ്രോഹിക്കുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എൻകൗമിയം സമാപന പ്രസംഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തവേ, സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തവേ പറഞ്ഞു. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് അവർ അത് ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുന്നു. കാന്തപുരം പറഞ്ഞത് എന്റെ പൊരുൾ എന്താണ്? ഓരോരുത്തരും അവരവരുടെ വോട്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. വിജയം ഉറപ്പാണെങ്കിൽ പോലും വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കുന്നത് അപകടം വരുത്തും. കുടുംബ വോട്ടുകൾ ആർക്കും പകുത്തു കൊടുക്കരുത്. പകുതി കോണിക്കും പകുതി സീലിംഗ് ഫാനിനും എന്ന് പറഞ്ഞ് സ്വന്തക്കാരായി ചമഞ്ഞ് പലരും വരും. അതുപോലെ പകുതി അരിവാളിനും പകുതി കോണിക്കുമെന്ന് പറഞ്ഞു വരുന്നവരെ സൗഹൃദപൂർവ്വം തിരിച്ചയക്കണം. പൊന്നാനിൽ സീലിംഗ് ഫാനും മലപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളവും നമ്മെ സഹായിച്ചവരുടേതാണെന്ന് മറക്കാതിരിക്കുക. കാന്തപുരം പറഞ്ഞു, നമ്മെ സഹായിച്ചവരെ നമ്മൾ സഹായിക്കും. നമ്മെ സഹായിച്ചവരുടെ ചിഹ്നമേതാ? പൊന്നാനിയിൽ ഫാന്, മലപ്പുറത്ത് അരിവാൾ. അത് നമ്മെ സഹായിച്ചവരുടേതാണ്, മറക്കാതിരിക്കുക. നമ്മെ ഉപദ്രവിച്ചവരുടെ ചിഹ്നത്തെ തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെടുത്താതിരിക്കുക. സമുദായ വഞ്ചകനക്കെതിരെ നമ്മൾ പ്രതികരിക്കുക. കുണ്ടൂരിലെ കുഞ്ഞുവിനെ അടക്കം 4ഓളം സുന്നി പ്രവർത്തകരെ കത്തികൊണ്ട് കുത്തി മലർത്തിയവർക്കെതിരെ, കത്തികൊണ്ട് കുത്തിയവർക്കെതിരെ ചൂണ്ടിവിരൽ കൊണ്ട് മറുപടി കൊടുക്കുക. ഇതാണ് വിശദീകരണം. അതിന് അവസാനം പറയുന്നു, എന്തായാലും ശരി, സത്യം വിജയിക്കുക തന്നെ ചെയ്യും. സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ആ സത്യമാണോ വിജയിച്ചത്? പറഞ്ഞ വാക്കിൽ അണുമണി തൂക്കം ബന്ധമുണ്ടെങ്കിൽ പറയട്ടെ, പിരിച്ചു വിട്ടുപോകണം. സത്യം വിജയിക്കുന്ന പറഞ്ഞാൽ വിജയിച്ചത് സത്യമാണെങ്കിൽ തോറ്റത് ബാത്തിലാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ബാത്തിലിന്റെ കൂടെ നിൽക്കാമോ? ഹക്കിന്റെ കൂടെ നിൽക്കണ്ടേ? വിജയവും പരാജയവും തീരുമാനിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്കാൻ ഞാനിത് പറയുന്നത്. അങ്ങനെ ഇതിൽ വേറെയും ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യം ഞാൻ ഒന്നും വിശദമായി ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് വഹാബിയ എന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ചില തെളിവുകൾ എന്ന വ്യാജേന അദ്ദേഹം എന്നോ പണ്ടെന്നോ പറഞ്ഞ ചില കാര്യങ്ങൾ കൊടുത്തു. വഹാബിയ, ബഷീർ വഹാബിയ. പിന്നെയും അതുപോലെ ബന്ധപ്പെട്ട് ഈ പത്രത്തിൽ ഉടനീളം അത് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് 2 പരസ്യം. അതിന്റെ 1-ാം പേജിൽ പൊന്നാനിയിലെ സീലിംഗ് ഫാനും ഹുസൈൻ രണ്ടത്താണി. അവസാന പേജിൽ ടി.കെ. ഹംസ മലപ്പുറത്തെ അരിവാൾ ചുറ്റിക. ആ ചിത്രം വെച്ചുകൊണ്ടാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചത്. അത് ഒരു മുഖപത്രം. രണ്ടാമത് വേറെ മുഖപത്രം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇറങ്ങി. വീട് വീടാന്തരം കൊടുത്തു. ചില ഔലിയാക്കന്മാരുടെ ഫത്വ അടക്കം കൊടുത്തുകൊണ്ട് ആ സ്വപ്നം കണ്ട കഥയൊക്കെ വെച്ചുകൊണ്ട് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി 72,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. 70,000 എന്തെങ്കിലും എത്തിപ്പെടാൻ 72,000 കൃത്യ വിജയിച്ചോളും. ആരാ പറഞ്ഞത്? ഉള്ളാന്തകളുടെ സ്വപ്നം കണ്ട ഖലീൽ ബുഖാരി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ്. താജുൽ ഉലമയുടെ ആശീർവാദം ഭൂരിപക്ഷത്തിന് എണ്ണ ഉണ്ടാകുന്നുള്ളതിന്റെ തൊട്ട് താഴെ താജുൽ
ആശീർവദിക്കുന്നു ഹുസൈൻ രണ്ടത്താണി. അതേ പത്രത്തിൽ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഹുസൈൻ രണ്ടത്താണിയെ ആശീർവദിക്കുന്നു. ഖലീൽ ബുഖാരി തങ്ങളുടെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നു ഹുസൈൻ രണ്ടത്താണി, ഇടത് ഭാഗത്തിരിക്കുന്നു ടി കെ ഹംസ. അതിലെഴുതുന്നു ഉടനീളം മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ. ലീഗ് കത്തികൊണ്ട് കുത്തിയ പാർട്ടിയാണ്, അതുകൊണ്ട് അതിന് കൈകൊണ്ട് കുത്തി പരാജയപ്പെടുത്തണം. കുണ്ടൂരിന്റെ കണ്ണീരും അമ്പലക്കണ്ടിയുടെ ചോരയും ലീഗിന് എന്ത് പറയാനുണ്ട് എന്ന PP മുഹമ്മദ് മുസ്ലിയാറുടെ ലേഖനം. നോട്ടീസ് ഇറക്കി ലഘുലേഖ. കാന്തപുരം സുന്നികൾ പൊന്നാനി മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുള്ള ലഘുലേഖയാണ്. തെരഞ്ഞെടുപ്പ് ചില സുന്നി ചിന്തകൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രവചനം നടത്തി നോക്കി. ഉള്ളാൾ തങ്ങൾ 500 രൂപ എടുത്ത് കൊടുക്കുക ഹുസൈൻ രണ്ടത്താണിക്ക്. ആദ്യം ഡൽഹിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതുകൊണ്ട് പോയാൽ മതി, മൂപ്പര വണ്ടിക്കൂലിയ MP ആയി പോകുന്ന ഉറപ്പാ. ഖലീൽ ബുഖാരി തങ്ങൾ സ്വപ്നം കണ്ടു അത്രേ, ഹുസൈൻ രണ്ടത്താണിയും ടി കെ ഹംസയും ജയിക്കും. അതുകൊണ്ട് കുട്ടികൾ മുഴുവനും നാട് മുഴുവനും പറയും ഖലീൽ ബുഖാരി തങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതെന്തായാലും പുലരും. അതുകൊണ്ട് ഉറപ്പാ. അങ്ങനെ സ്വപ്നം കാണിച്ചു കൊടുത്തതാ. ഈ സ്വപ്നം കാണിച്ചു കൊടുത്തതിനെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെല്ലാം കൂടി ഫ്ലക്സ് ബോർഡാക്കി. 125ഓളം ഫ്ലക്സ് ബോർഡുകളാ മലപ്പുറം ജില്ലയിൽ ഇറങ്ങിയതത്രേ. അതിൽപ്പെട്ട ഒരു ബോർഡ് ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് മിനി പമ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുറ്റിപ്പുറം നിളാനദി കഴിഞ്ഞ് തൊട്ടപ്പുറം പാലം കഴിഞ്ഞ് അപ്പുറത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ രാവിലെ വരെ അത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 14-ാം തീയതി അതിൽ പോയപ്പോ നോക്കി, ആരോ പന്നര് കേട്ട് പോയി നോക്കുന്ന സമയത്തുണ്ട് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി MP കുറ്റിപ്പുറം മണ്ഡലത്തിലേക്ക് സ്വാഗതം. എന്താ കാരണം? വോട്ടെണ്ണണ്ട. ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജയിക്കും. ഭൂരിപക്ഷം 72,000 ഭൂരിപക്ഷത്തിന് ഹുസൈൻ രണ്ടത്താണി ജയിക്കുമെന്ന് ഖലീൽ ബുഖാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ സംശയം? ബോർഡല്ല, ഇനി നാട് മുഴുവനും തോരണങ്ങൾ തൂക്കാം. അങ്ങനെ ശിഹാബിടങ്ങളുടെ കോലം വരെ പോലെ ഉണ്ടാക്കി കത്തിക്കാനേ. നാട് മുഴുവനും പടക്കം വാങ്ങിക്കൊണ്ട് വെച്ചു. പുതിയ കാസറ്റ് ഇറങ്ങി. ലീഗിനെയും സമസ്തയെയും ചേർത്ത് വെച്ചുകൊണ്ട് പോലും കാസറ്റ് ഇറക്കി. പാട്ടുണ്ടാക്കി രംഗത്ത് വന്നു. ഒരു അണ്ണുമണി തൂക്കം പോലും ആ കുട്ടികൾക്ക് സംശയമില്ല, ഉറപ്പ ജയിക്കും. കാരണം ഖലീൽ ബുഖാരി സ്വപ്നം കണ്ട്. അതിലപ്പുറം സ്വപ്നം ഇനി വേറെ ആരും കാണാനില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഇനി സമസ്തന്റെ സമ്മതം ഇല്ലാതെ ഇനി നിങ്ങൾ ആരും സ്വപ്നം കാണാൻ പാടില്ല. സമസ്ത തീരുമാനിക്കുക എന്താ കാണേണ്ടി. ആവശ്യമില്ലാതെ സ്വപ്നം കണ്ടുകൊണ്ട് അണികളെ പറ്റിക്കുക. ഇങ്ങനെ സ്വപ്നം കാണാൻ പാടും. വേറെ തങ്ങൾ ചെയ്ത പണി എന്താണ്? വൈലത്തൂർ തങ്ങളാന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. വൈലത്തൂർ ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് ബഷീർ സാഹിബ് വോട്ട് ചോദിക്കാൻ വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ മുമ്പിലും പോകും. അതാർക്കും പോകാലോ, പോകണം. കുറെ ആൾക്കാർ വോട്ട് ഇങ്ങോട്ടും കൊടുത്തു, വേണ്ടെന്ന് പറയണ്ട, തന്നാലൊക്കെ വാങ്ങണം. വോട്ടൊക്കെ എല്ലാവർക്കും ആവശ്യം. അങ്ങനെ ഈ തങ്ങളുടെ മുമ്പാകെ ടി ബഷീർ സാഹിബ് വോട്ടും ചോദിച്ചു ചെന്നു. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നപ്പോ നല്ല വർത്തമാനത്തിലാണൊക്കെ വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ചായ കൊണ്ടുപോയി കൊടുത്തു. ചായ കുടിക്കാൻ കുറച്ചു നേരം വൈകിയപ്പോ കൈകൊണ്ട് സംസാരത്തിനിടയിൽ തട്ടി ഗ്ലാസ് നിലത്ത് വീട് പൊട്ടി. അത് പൊട്ടിയപ്പോഴേക്കും തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. മൂപ്പർക്ക് ഇൽഹാം വരിക. അങ്ങനെ മിണ്ടാതിരുന്നു കൊണ്ട് പറഞ്ഞു, എന്താ തങ്ങളൊന്നും മിണ്ടാത്ത? ഗ്ലാസ് പൊട്ടിയത് കണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു. എനിക്ക് മനസ്സിലായി, ഗ്ലാസ് പൊട്ടി, അതുകൊണ്ട് ഈട്ടി നിങ്ങൾ പൊട്ടും. ഗ്ലാസ് പൊട്ടി, ഈട്ടി, അതുകൊണ്ട് നിങ്ങൾ പൊട്ടും. അഥവാ പൊട്ടുന്ന ഇയാൾക്ക് സ്വപ്നം ഉണ്ടായാൽ തന്നെ മുഖത്തോട് മുഖം നോക്കി ഒരു മനുഷ്യർ അങ്ങനെ പറയാൻ പാടില്ല. തളർന്നു പോവില്ല മനുഷ്യൻ. ഒരു ആദിത്യ മര്യാദയില്ലേ? ഒരു തന്റെ വീട്ടിലേക്ക് വന്നാൽ അങ്ങനെ പറഞ്ഞേക്കാൻ പാടുണ്ടോ? ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന് പറയുന്ന ആള് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും മുൾമുനയിൽ നിർത്തിയ പരീക്ഷണമാണ്. കുടിച്ചാ വെള്ളം കുടിച്ചാൽ ഇറങ്ങൂല, ഭക്ഷണം കടിച്ചാൽ പോവില്ല, കടന്നാൽ ഉറക്കം വരില്ല. ഏതെങ്കിലും ഒരു വോട്ടർ പണിങ്ങിയാ പിന്നെ അവിടെ പോകണം. കല്യാണപ്പുറയിൽ ചെന്നിട്ടില്ലെങ്കിൽ, ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ വേറെ കല്യാണ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ അവർക്ക് പണക്കം. മരിച്ച വീട്ടിൽ പോയാൽ വേറെ വീട്ടിൽ പോയില്ലെങ്കിൽ അവിടെ പണക്കം. ഒരു പൊട്ടും പൊടിയും ഇല്ലാതെ ഒപ്പിച്ചു കൊണ്ടുപോകണം. സ്ഥാനാർത്ഥിയാണ് അതിന്റെ മുന്നണി പോരാളി. ആ സമയത്ത് ഏതൊരു വർത്തമാനവും
ഏതൊരു സ്ഥാനാർത്ഥി മനസ്സിൽ വല്ലാതെ നോവിക്കുന്നതാണ്. ആശ്വസിപ്പിക്കണം, അല്ല മിണ്ടാൻ പാടില്ല. അഭിവന്ദനായി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഈ തങ്ങളുടെ മുമ്പിലേക്ക് വോട്ടും ചോദിച്ചു ചെന്നപ്പോ ഒന്നുകിൽ പറയണം, ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്ന ആളാണ്, അതുകൊണ്ട് ബഷീർക്ക എന്നോട് വോട്ട് ചോദിക്കണ്ട, നിങ്ങൾ വേറെ ആരെങ്കിലും സമീപിച്ചോ പറഞ്ഞാൽ മതി, ആളങ്ങ് പോയിക്കോളൂല്ലേ. വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കണം. അതൊന്നും പറയാതെ ഈ തങ്ങൾ പറഞ്ഞത് എന്താ, ഗ്ലാസ് നിലത്ത് വീണിയപ്പോ വീട്ടിൽ നിങ്ങൾ പൊട്ടും. ബഷീർ സാഹിബിന് അറിയാം ഈ ബരംഗത്തെ കുറിച്ച് ആളുകൾ കുറെ കാലം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് വല്ലാത്ത ടെൻഷൻ മൂപ്പർക്ക് ഉണ്ടാവില്ല. ഏതായിരുന്നാലും ഇതെല്ലാം പ്രവചിച്ചു നോക്കിയപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലാക്കി തോൽക്കും. ഇവരുടെ പത്രങ്ങൾ അടിച്ചിറക്കി, ഇവരുടെ മാസികയിലും ഇവരുടെ വാരികയിലും, SSFന്റെ വാരികയിലും ചണ്ട് പണ്ടാരങ്ങൾ മൊത്തം കൂട്ടിണ്ടാക്കുന്ന വേറൊരു ചവറ് പ്രസിദ്ധീകരണത്തിലും വക്കീൽ മാസികയിലും എഴുതി സ്ഥാനാർത്ഥി ആരാണ്, അവർക്ക് പ്രഖ്യാപിക്കണം, അവർക്ക് പിന്തുണ കൊടുക്കണം, എല്ലാം വേണം. വോട്ട് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് എന്താ സ്ഥിതി? വീണിതല്ല കിടക്കുന്നു ധരണിൽ ഷോടി തമ്പിട്ട് അയ്യോ ശിവ ശിവ എന്ന് പണ്ട് കവി പറഞ്ഞ പോലെ ഉള്ളാൾ തങ്ങളും ഇല്ല, അനിൽ ബുഖാരിയും ഇല്ല, വൈരത്തൂർ തങ്ങളും ഇല്ല, കാന്തപുരവും ഇല്ല, എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളും കൂപമണ്ഡൂപ ബുദ്ധികളായി മാറിപ്പോയി. ഒറ്റൊന്നിനും ഉണ്ടാട്ടില്ല. കാന്തപുരം എന്തെങ്കിലും എന്ന് പറയണ്ടേ, ഉള്ളാൾ തങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ സമയത്ത് ഉള്ളാൾ തങ്ങൾ സമ്മേളനം നടത്തി എന്താ പറഞ്ഞത്, മുസ്ലിം ലീഗുകാര ബാപ്പന്റെ ബാപ്പ എന്നാ പറഞ്ഞത്. എന്റെ ബാപ്പന്റെ ബാപ്പ ഒരു തങ്ങൾ പറയുന്ന വർത്താനം, അതൊരു അഖിലേന്ത്യാ, അതും ഒരു സംസ്ഥാന നേതാവ്, ഒരു മുഷാവറിന്റെ ആ മുഷാവറിന്റെ സംസ്കാരം അതായിരിക്കും. ലീഗുകാരോട് പറയാ നിങ്ങളെ ബാപ്പന്റെ ബാപ്പ, ഇത് പറയാൻ പാടുള്ള വർത്താനാണോ? ആ പറഞ്ഞ തങ്ങൾ എവിടെ പോയി? എവിടെ പോയി അനിൽ ബുഖാരി തങ്ങൾ? എന്തെങ്കിലും ഒന്ന് പറ, ഞങ്ങൾ ഇന്നതാ ചെയ്തത് പറയാൻ കഴിയില്ല. സമൂഹം നിങ്ങളെ വെറുതെ പെടില്ല. 5 വർഷക്കാലമായി നിങ്ങൾ ഈ സമുദായത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ നോക്കിയിട്ട്, അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞിട്ടല്ലാതെ രംഗത്ത് വരാൻ കഴിയില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായ സന്ദർഭത്തിൽ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലുടി സാഹിബിനോട് പറഞ്ഞു. കുഞ്ഞാലുടി സാഹിബ് പറഞ്ഞു 4 മാസം മുമ്പ് സംഗതി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാന്നറിയോ? ഹുസൈൻ രണ്ടത്താണി. എന്താ അവരെല്ലാം കൂടി നിർത്താൻ പോകുന്നത് ഹുസൈൻ രണ്ടത്താണിയാണ്. അന്ന് ഹുസൈൻ രണ്ടത്താണി ചിത്രത്തിലൊന്നുമില്ല. കുഞ്ഞാലുടി സാഹിബ് പറയും ഹുസൈൻ രണ്ടത്താണി വരാൻ പോകുന്നത്, കാരണം നമുക്ക് ചില അറിവുണ്ടായിട്ടുണ്ട്. ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയോ? കുഞ്ഞാലുടി സാഹിബ് അത് ഏപ്പിന്റെ സ്വന്തം ആളാണ്. അതെന്നാ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഹുസൈൻ രണ്ടത്താണി ആവാങ്ങൾ ദ്വാരുന്നുള്ളി. എന്താ അയാളായി കഴിഞ്ഞ ഞങ്ങൾ ആയിക്കോളുന്നു. ഹുസൈൻ രണ്ടത്താണി എന്ന കാന്തപുരത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ബഹുഭൂരിപക്ഷത്തോടുകൂടി നിങ്ങളുടെ പാർട്ടി ജയിക്കുന്നു. അന്ന് പോലും ഒരുപക്ഷെ മുസ്ലിം ലീഗിന് പോലും ഒരു സംശയമായിരിക്കാം. കാരണം ഞങ്ങൾക്കറിയാം കാന്തപുരത്തിന് എത്രമാത്രം സ്രോതസ്സുണ്ട്, എത്രമാത്രം ആൾബലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഭൂരിപക്ഷത്തിന് ലീഗ് ജയിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആ മാതിരി വിജയല്ലേ, ആരും വിചാരിച്ചിട്ടില്ല അത്രയും വിജയിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വന്ന സന്ദർഭത്തിൽ, തെരഞ്ഞെടുപ്പ് വന്ന സന്ദർഭത്തിൽ ആ ഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചണ്ഡമായ പ്രചരണം ഇവിടെ നടത്തിയത് അവർ വിജയിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വിജയ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ച SSFന്റെ നേതാക്കന്മാർ പാണക്കാട് ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിച്ചത്. ഇരിക്കൂറിൽ ചെന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നറിയോ? ശിഹാബ് തങ്ങൾ മദ്യം വിളമ്പാൻ നേതൃത്വം കൊടുത്തു പൊന്നാനി. മുസ്ലിം ലീഗ് മദ്യം സാർവത്രികമായി പൊന്നാനിയിൽ വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ മദ്യത്തിന്റെ ലഹരിയിലാണ് മുസ്ലിം ലീഗ് പ്രചരണം നടത്തിയത്. അതിന് നേതൃത്വം കൊടുത്തതോ പാണക്കാട്ട് ഒരു ശിഹാബ് തങ്ങളും എന്നാ പ്രസംഗിച്ചത്. പറഞ്ഞു എവിടെ എത്തി? ഇരിക്കൂർക്കാരാണ്. നായനാർ പ്രസംഗിക്കുന്ന സമയത്ത് പോലും പോയി പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് നായനാർ നിങ്ങൾ നമ്മൾ തമ്മിലുള്ള ലോകിയം തന്നെ പാണക്കാട് തങ്ങളെ പറയണ്ട. ആ പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടോ? ശിഹാബ് തങ്ങളെ പറഞ്ഞ് തീരാൻ നേരല്ല, നാട്ടുകാർ സ്റ്റേജിൽ കയറി കൈകാര്യം ചെയ്തു. പിന്നെ കെട്ടും കൊട്ടും ഓടി. പിറ്റേന്ന് അതാ വരുന്ന പ്രകടനത്തിന്റെ മാലപ്പടക്കം. ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ച അങ്ങനെ ആക്കും, അക്കളി ഇക്കളി ദിക്കളിയാണ്. പിന്നെ വിളിച്ചതെന്താണെന്നറിയോ? പാണക്കാട്ടെ ഡാഷ് കുരച്ചാൽ. ആ ഡാഷ് എന്ന് പറയുന്നത് ഞാനാ.
ഡാഷ് ഇവിടെ എന്താ വാക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. കൊരക്കുക എന്ന് പറഞ്ഞ പിന്നെ ആരാന്ന് പറയാൻ മൃഗത്തിന്റെ പേര് പറയാത്തത്? പാണക്കാട് തങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞതാണെങ്കിലും അത് ഹിക്കാറ്റ് ചെയ്യാനുമുണ്ട്, ഉണ്ടാവണം ഒരു സംസ്കാരം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പാണക്കാട് ഡാഷ് കുറച്ചാൽ ഏറ്റുകുരക്കും പട്ടികളെ ലീഗാരി. അതും പറഞ്ഞ് പിന്നെയും ചെല്ലുന്ന ഇരിക്കൂറിലേക്ക്. അതാ വരുന്ന അടിയുടെ മാലപ്പടക്കം ഇതൊന്നു കൊണ്ട് ഓടി. ലീഗാർ ചെന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വിളിച്ചോ, പരാതിയില്ല. പക്ഷെ ഞങ്ങളെ ചങ്കിലെ ചോരയൊക്കെ അങ്ങ് സ്നേഹിക്കുന്ന ശിഹാബനകളെ വിളിക്കാൻ പാടില്ല. അത് നിങ്ങളല്ല ആര് വിളിച്ചാലും ശരി. ലീഗാർ വെറുതെ വിടുവോ? വിളിക്കുന്നതിനുള്ള അതിര് അത് വിളിക്കല്ലേ. CPM-നെ പ്രീതിപ്പെടുത്താമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുമാവാമെന്നാണോ മുദ്രാവാക്യം വിളിച്ചു കൊണ്ട് അടി. എന്തായിരുന്നു അതിന്റെ പ്രമേയം? മദ്യം വിളമ്പുകയാണ് ഇവിടെ, അതുകൊണ്ട് മദ്യത്തിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന ക്യാമ്പയിനാണ്. അതിന്റെ ബോധവൽക്കരണ, മദ്യത്തിനെതിരെ ബോധവൽക്കരണ. ശിഹാബ് തങ്ങളെ ലീഗാരെ കുറ്റം പറഞ്ഞു. പിറ്റേന്ന് പൊന്നാനി മദ്യം വിളമ്പി എന്ന് പറഞ്ഞ ആളുകളുടെ സ്ഥാനാർത്ഥി കോഴിക്കോട് ചാലിയത്ത് വന്ന് ഒരു സെമിനാറിൽ പ്രസംഗിക്കുകയാണ്. എനിക്കറിയാം പൊന്നാനിൽ എന്തോ ഒരു മദ്യമുണ്ട്. അതിന്റെ ഏറ്റവും കൂടുതൽ ദുരന്ത ഫലം അനുഭവിച്ചത് ഞാനാണ്. എന്നെ കൈപിടിച്ചു മുട്ടിയവർ, എന്നെ ആലിംഗനം ചെയ്തവർ, എന്റെ കവിളത്ത് ചുംബിച്ചവർ, എന്നെ ആശീർവദിച്ചവർ, എന്നെ അഭിനന്ദിച്ചവർ എല്ലാം മുഴുകുടിയന്മാരാണ്. അതുകൊണ്ട് കള്ളുകുടിയന്മാരായിരുന്നു എന്നെ ചുംബിച്ചത്, കള്ളുകുടിയന്മാരായിരുന്നു എന്നെ മുത്തിയത്, കള്ളുകുടിയന്മാരായിരുന്നു എന്നെ ആശീർവദിച്ചത്, എന്നെ അഭിനന്ദിച്ചത്. കുടിയന്മാരുടെ മുമ്പിൽ കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയോ രാത്രിയാകുമെന്ന് വീട്ടിലെത്തിയാൽ ഞാൻ ഡെറ്റോലിട്ടുകൊണ്ടൊന്ന് മുഖം കഴുകാറുണ്ടായിരുന്നു. കുടിയുടെ ഗന്ധം പോകാൻ, മദ്യത്തിന്റെ ഗന്ധം പോകാൻ. ഞാൻ ചോദിക്കട്ടെ, ആരാ കുടിയൻ? പാണക്കാട് ശിഹാബ് തങ്ങൾ കുടിക്ക് നേതൃത്വം നൽകിയ ആളാണെന്നാണ് മുസ്ലിം ലീഗുകാർ പരസ്യമായി കൊണ്ട് മദ്യം വിളമ്പി എന്നും പറയുന്ന കാന്തപുരം സുന്നി നീ സപ്പോർട്ട് ചെയ്ത ഹുസൈൻ രണ്ടത്താണ് പറയുന്നു അയാളെ പിന്തുണച്ചവർ മുഴുവൻ മുഴുകുടിയന്മാരാണ്. ഞങ്ങൾ ആരാ വിശ്വസിക്കേണ്ടി? ആരൊക്കെ മുത്തിയത്? സലാത്ത് തകർന്ന ആരാ മുത്തിയത്? ആരാ ആശീർവാദം വാങ്ങിയത്? ആരാ ആശീർവാദം കൊടുത്തത്? എന്നാൽ ഇന്ന ആള് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അയാൾ ഒഴിവാക്കാം, ഇസ്തിസ്ന ചെയ്യാം. അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും കുടിയന്മാരാണ്. അതുകൊണ്ട് ഇന്നാള് എന്നെ മുത്തിയവരിൽ ഇന്നാള് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സംശയിക്കുന്നു. അതുകൊണ്ട് കാന്തപുരം മുസ്ലിയാർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇരിക്കൂറിലേക്കല്ല മാർച്ച് നടത്തേണ്ടത് മദ്യത്തിനെതിരെ, സ്വലാത്ത് നഗറിലേക്കാണ്. മദ്യത്തിനെതിരെ നിങ്ങൾ പിന്നെ നടത്തേണ്ടത് മർക്കസിലേക്കാണ്. മദ്യം അവിടെ ഇരിക്കും. എങ്ങാനും ഹുസൈൻ രണ്ടത്താണ് ജയിച്ചിരുന്നെങ്കിൽ, കാലക്കേടൻ അങ്ങനെ വന്നു പോയ ജയിച്ചിരുന്നെങ്കിൽ പിന്നെ വരില്ലോ ആശീർവാദം, മുത്തം, വേണ്ടുവാദ്യം, കൊട്ടിക്കലാശം എല്ലാം ഉണ്ടാവും. മുത്തലോട് മുത്തലായിരിക്കും. പിന്നെ പൊന്നാനിയിൽ ഡെറ്റോളിന്റെ ഹോൾസെയിൽ കട തുറക്കേണ്ടി വരുമായിരുന്നു ഹുസൈൻ രണ്ടത്താണ്. ആ രൂപത്തിലൂടെ ആയി പോകുമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല കാത്തത്. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ അവകാശവാദങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഇത് ഞങ്ങൾ നടത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഈ കൂട്ടം ആളുകൾ എന്തെല്ലാം പ്രചരണം നടത്തി. ഞാനൊരു കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതെന്താ? കാന്തപുരം ഒന്നും അല്ല, കാന്തപുരം സുന്നികളൊന്നുമല്ല. കാരണം കാന്തപുരം വിഭാഗത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ കാന്തപുരത്തെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് CPM-കാരോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ഇയാൾ അത്ഭുത വിളക്കാണ് മനസ്സിലാക്കേണ്ട. അലാവുദ്ദീന്റെ അയാളെ കയ്യിൽ ഒന്നുമില്ല, അയാൾ സീറോയാണ്. CPM മാറി നിന്ന കോൺഗ്രസിന്റെ ചില പ്രവർത്തകന്മാരുണ്ട്, അന്തസ്സോടുകൂടി മലപ്പുറം ജില്ലയിൽ നിലപാടെടുത്ത കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കാന്തപുരത്തോട് പറഞ്ഞു, ഞങ്ങളൊക്കെ സുന്നിയൊക്കൊന്നു തന്നെ, സംഗതിയൊക്കെ ശരിയാ, പക്ഷെ കമ്മ്യൂണിസത്തെ വളർത്താനാ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ മുല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പാർട്ടിക്കനുസരിച്ച് കൊണ്ട് വോട്ട് ചെയ്തു. അവരെ അഭിനന്ദിക്കണം നമ്മളെ കാര്യത്തിൽ. കാരണം മതത്തിന്റെ കാര്യങ്ങൾ നമ്മളെ കൊന്നു തന്നെ, മദ്രസ നമ്മളെ കൊന്നിച്ചെടുത്താം, പക്ഷെ പാർട്ടി കാര്യങ്ങൾ ഇടപെടണ്ട എന്ന് പറയാൻ കോൺഗ്രസ് ആണത്തെ കാണിച്ചു. ഞങ്ങൾ പറയുന്നു CPM ആയി മാറി നിൽക്കണം, കോൺഗ്രസ് ആയി മാറി നിൽക്കണം. ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എങ്ങാനും എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവരും ലീഗ് പറയുന്നിടത്ത് വോട്ട് ചെയ്താൽ അവർ മാറി നിൽക്കണം.
ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ INL പ്രവർത്തകന്മാർ കാന്തപുരത്തിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം. INL പറയുന്നിടത്ത് അവർ വോട്ട് ചെയ്യണം. PDP പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം. PDP പറയുന്നിടത്ത് വോട്ട് ചെയ്യണം. ജനതാദളിന്റെ പ്രവർത്തകന്മാർ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം. അവർ പറയുന്നിടത്ത് വോട്ട് നിൽക്കണം. ഇപ്പൊ ഞങ്ങൾ പറയുന്നു BJP പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണം. അവർ BJP പറയുന്നത് വോട്ട് ചെയ്യണം. കാരണം കർണാടകയിൽ ഒരു സഖാഫിയാണ് BJP സംസ്ഥാന നേതാവ്. തെളിവുണ്ട് ഞങ്ങളെടുത്ത്. ആ രൂപത്തിൽ എല്ലാ പാർട്ടിക്കാരും ഒന്ന് മാറി നിന്നോ. പിന്നെ കാന്തപുരമാരാ സീറോ. മരിച്ച മയ്യത്തിന് പേനറിയുന്ന പോലെ ഇറങ്ങിപ്പോയാ പിന്നെ ഇയാളൊന്നുമല്ല. ആരാ പിന്നെ കൂട്ടത്തിലുണ്ടാവുക? അതുകൊണ്ട് SKS പറയുന്നു SKSSF വോട്ട് ബാങ്കില്ല, സമസ്തക്ക് വോട്ട് ബാങ്കില്ല. സമസ്ത ഇന്ന് വരെ ഇന്നാക്ക് ചെയ്യണം ഇന്നാക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. കാരണം സമസ്തയിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗ്, ചില ഭാഗത്ത് മുസ്ലിം ലീഗ് അല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തക്ക് പ്രത്യേകമായി കൊണ്ട് പറയേണ്ട കാര്യമില്ല. ഓരോ പാർട്ടിക്കാരും അവർക്ക് അനുസരിച്ച് കൊണ്ട് വന്നാൽ അവരങ്ങ് കേട്ടോളും. പക്ഷെ ദിശാബോധം കൊടുക്കാൻ സമസ്ത മുന്നോട്ട് വരും. അതായിരുന്നു 3 കൊല്ലത്തെ ഈ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ സമസ്ത ബോധവൽക്കരണം നടത്തിയത്. അവരവരുടെ നിലപാടെടുത്തോളും അവർ. അതുകൊണ്ട് മതസംഘടനയായി പ്രവർത്തിക്കണം, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് സമസ്ത ഈ കാര്യത്തിൽ അല്പം പോലും അവകാശവാദം ഉന്നയിക്കുന്നില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അത് ഉന്നയിക്കാൻ പാടില്ല. അതുകൊണ്ട് മാന്യമായി മര്യാദക്ക് മതപ്രവർത്തനം നടത്താൻ കാന്തപുരം തയ്യാറാവണം. അതാ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം. മാന്യമായിരിക്കണം. ലീഗ് ലീഗിന്റെ വഴിക്ക് പോകട്ടെ, കോൺഗ്രസ് കോൺഗ്രസിന്റെ വഴിക്ക് പോകട്ടെ, CPM വഴിക്ക് പോകട്ടെ. അതിൽ നിന്നുകൊണ്ട് അതിന് അനുകൂലമായി പ്രവർത്തിക്കുകയോ മറ്റൊരു പാർട്ടിക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ഭൂഷണമല്ല. ഈ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. കാന്തപുരം ഒന്നുമല്ല എന്ന് ബോധ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണിത്. ഇത് ഞാൻ പറയുന്നതല്ല. മാധ്യമം ദിനപത്രം തെരഞ്ഞെടുപ്പിന്റെ ദിവസം റിസൾട്ട് വന്ന ദിവസം എഴുതി, മലപ്പുറത്ത് തകർന്നടിഞ്ഞത് കാന്തപുരം മഅ്ദനി ഫാക്ടറുകൾ. സാധാരണ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് ശേഷം അവകാശവാദവുമായി രംഗത്ത് വരാറുള്ള കാന്തപുരം വിഭാഗം കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിച്ചതിനാണ് പൊന്നാനി സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ PDPയും കാന്തപുരം വിഭാഗവും കൈകോർത്ത് പ്രവർത്തിക്കുന്നതാണ് പൊന്നാനി മണ്ഡലത്തിലുടനീളം കണ്ടത്. തൊരീക്കറ്റ് ബന്ധത്തെ തുടർന്ന് PDPയിൽ നിന്ന് അകന്ന കാന്തപുരം സുന്നികളെ PDPയോട് തെരഞ്ഞെടുപ്പിലെങ്കിലും ചേർത്ത് നിർത്താൻ മഅ്ദനിക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ മലപ്പുറത്തെ ഇതര മുസ്ലിം സംഘടനകൾ ഈ തന്ത്രം പൊളിക്കുന്നതിന് അവരവരുടേതായ ശ്രമങ്ങൾ നടത്തി. കാന്തപുരത്തിന്റെ സ്ഥാനാർത്ഥിയായതിനാൽ 1 ലക്ഷത്തോളം കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നായിരുന്നു CPM വിശ്വസിച്ചത്. എന്നാൽ കാന്തപുരത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഒന്നാകെ പോൾ ചെയ്യിപ്പിച്ചിട്ടും മുസ്ലിം ലീഗ് പോലും കണക്ക് കൂട്ടിയ ഭൂരിപക്ഷത്തിന്റെ പരിധി കവിഞ്ഞ വിജയമാണ് പൊന്നാനിയിൽ ഉണ്ടായത്. മലപ്പുറത്തും കാന്തപുരത്തിന്റെ വോട്ട് ഹംസയുടെ പെട്ടിയിലേക്കാണ് തന്നെയാ പോയത്. താൻ AP വിഭാഗക്കാരനാണെന്നായിരുന്നു പരസ്യമായി പറഞ്ഞ് ഹംസ നടന്നത്. വോട്ടിന്റെ തലേ ദിവസത്തിൽ ഹംസ മലപ്പുറത്ത് സ്വനാഥ നഗറിൽ കാന്തപുരം വിഭാഗത്തിന്റെ വേദിയിൽ രണ്ടത്താണിയെ പോലെ തന്നെ കയറുകയും ചെയ്തു. കാന്തപുരം മുസ്ലിയാരും കാന്തപുരം മഅ്ദനിയും മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളിലും വയനാട് മണ്ഡലത്തിലെ പകുതി ഭാഗത്തും കാര്യമായ ഒരു പ്രതിഫലം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. മാധ്യമം 2009 മെയ് 17 തീയതി റിസൾട്ട് വന്നതിന് പിറ്റേ ദിവസം മലയാള മനോരമ നേരിടുന്നു കാന്തപുരം ഒന്നുമല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മാതൃഭൂമി എഴുതി കാന്തപുരത്തിന്റെ വിഭാഗത്തിന് ശക്തിയില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. ചന്ദ്രിക എഴുതി കാന്തപുരത്തിന് ഒന്നുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അന്നത്തെ പത്രസമ്മേളനത്തിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, കമ്മ്യൂണിസത്തിലേക്ക് പോകാൻ ഏത് മതപണ്ഡിതൻ വേഷം ധരിച്ചു വന്നാലും ജനം അത് ഉൾക്കൊള്ളുകയില്ല, സ്വന്തം അണികൾ പോലും സ്വീകരിക്കുകയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. ശിഹാബ് തങ്ങൾ പറയുന്നിടത്തെ മുസ്ലിം സമുദായം നിൽക്കൂ എന്നീ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പത്രസമ്മേളനം. അപ്പൊ എന്താ കാര്യം? ഈ തെരഞ്ഞെടുപ്പോടുകൂടി കാന്തപുരം വിഭാഗം ഒന്നുമല്ലാത്ത കാന്തപുരത്തിന് ഇനി താങ്ങാൻ എന്തിന് ചില ആളുകൾ പോകുന്നു എന്നാ നമുക്ക് ചോദിക്കാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി ഇവിടെയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിന്റെ സുഹൃത്തുക്കളോട്. അതിന് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എന്താ? അള്ളാന്റെ ഭരണം അല്ലാതെ കോംപ്രമൈസ് ഇല്ല.
ഇന്ത്യ ഇസ്ലാമിൻ്റെതാകുമെന്ന് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയോ പിന്തുണക്കുകയോ ചെയ്യില്ല. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നു എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഇസ്ലാമായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാം ഇന്ത്യ ഇസ്ലാമായത്? ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് പാടില്ല എന്ന് പിന്നെ വോട്ട് ഒടിച്ചു കൊടുത്ത മൂല്യം നോക്കി. എന്താ മൂല്യം നോക്കിയത്? ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ ഒരു ഭാഗത്ത് മത്സരിക്കുന്നു അബ്ദുൽ സമദ് സമദാനി, മറുഭാഗത്ത് പി ടി കുഞ്ഞുമുഹമ്മദ്. സമദാനി ആരാ? ആയിരക്കണക്കിന് സുഹൃത്തുക്കൾക്ക് സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു, പള്ളി പോകാൻ പഠിപ്പിച്ചു കൊടുത്തു, മദ്യപാനത്തിനെതിരെ ബോധവൽക്കരണം നടത്തി. നല്ലൊരു മൂല്യാധിഷ്ഠിത പ്രഭാഷകൻ, അനുഗ്രഹീത പ്രഭാഷകൻ, പണ്ഡിതൻ അബ്ദുൽ സമദ് സമദാനി. പി ടി കുഞ്ഞുമുഹമ്മദിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? സിനിമന്റെ സംവിധായകൻ. മഗ്രിബ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയതാരാ? പി ടി കുഞ്ഞുമുഹമ്മദ്. ആ യോഗ്യത അല്ലാതെ പി ടി കുഞ്ഞുമുഹമ്മദിനൊന്നുമില്ല. ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പാർട്ടി ടിക്കറ്റ് കൊടുത്തത്. മത്സരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്താ നിലപാടെടുത്തത്? സമദാനിക്ക് പിന്തുണ കൊടുത്തില്ല. പിന്തുണ കൊടുത്തത് പി ടി കുഞ്ഞുമുഹമ്മദിന്. ന്യായം എന്താ? മൂല്യമുണ്ട് ആർക്ക്? പി ടി കുഞ്ഞുമുഹമ്മദ്. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് പോകണമെന്ന് പറയുന്നു സമദാനി. മഗ്രിബിന്റെ ബോർഡ് കാണുമ്പോ സിനിമയിലേക്ക് പോകണമെന്ന് പറയുന്നു പി ടി കുഞ്ഞുമുഹമ്മദ്. ജമാഅത്ത് വോട്ടാർക്കാ? സിനിമയിലേക്ക് പോകണമെന്ന് പറയുന്നവനെ. അതാണോടോ മൂല്യം? അതിലെന്താ മൂല്യമാവുള്ളത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിറ്റേത്തെ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത്? ഹോൾസെയിലായി ഇടതുപക്ഷത്തിന്റെ വോട്ട്. എന്താ കാരണം? അമേരിക്ക ഇറാഖിലേക്ക് പോയിക്കുന്നു. വോട്ട് പഠിച്ചു ചെയ്തോളി. അമേരിക്ക ഇറാഖിലേക്ക് പോയിട്ടുണ്ട്, പഠിച്ചു ചെയ്തോളി. ആഗോളവൽക്കരണത്തിനെതിരെ, ഉദാരവൽക്കരണത്തിനെതിരെ പറയുന്നത് കേട്ടാത്തത് ബുക്ക് മാത്രമേ കുറെ മലയാളം അറിയൂ. വായിൽ കൊള്ളാത്ത കുറെ മലയാളം പറഞ്ഞ് പേനയിൽ കൊള്ളാത്ത കുറെ അക്ഷരങ്ങളും എഴുതി തട്ടി വിട്ടുകൊണ്ട് പോകുക. വോട്ട് ചെയ്തോടി. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ മുടന്തൻ ന്യായവുമായി കൊണ്ടുവന്ന ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ എന്താ നിലപാടെടുത്തത്? 18 സ്ഥലത്ത് LDF, 2 സ്ഥലത്ത് UDF. എന്താ LDFന് കൊടുക്കാനുള്ള കാരണം? ആണവ കരാർ. ആണവ കരാറോ പെണ്ണവ കരാറോ എന്നറിയാത്ത ജമാഅത്തെ ഇസ്ലാമി ഒരു കരാറിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് 18 സ്ഥലത്ത് ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തത്. ഇടതുപക്ഷത്തിന് തന്നെ ആണവ കരാറിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, ആണവ കരാറിനെ ന്യായീകരിക്കാമെന്നല്ല ഞാൻ. പക്ഷെ ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണ്ടേ? എല്ലാ സ്ഥലത്തും അത് തന്നെയാവണ്ടേ? 18 സ്ഥലത്ത് കോൺഗ്രസിന് പിന്തുണയില്ല, മുസ്ലിം ലീഗിന് പിന്തുണയില്ല. എന്താണ് അടിസ്ഥാന കാരണം? ആണവ കരാറിൽ ഒപ്പിട്ട കാരണമാണ്. ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാനുള്ള കാരണമോ? ആണവ കരാറിന് എതിരെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന പാർട്ടിയാണ്, അതുകൊണ്ട് വോട്ട് കൊടുക്കണം. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിന് എന്തിന് പിന്തുണ കൊടുത്തു? MI ഷാനവാസ് ആണവ കരാറിനെ കുറിച്ചുകൊണ്ട് നിലപാടെന്താ? കേരളത്തിന്റെ സകല മീഡിയകളിലും മൻമോഹൻ സിംഗ് ആണവ കരാറിൽ ഒപ്പിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്ന ആളാണ് ഷാനവാസ്. എല്ലാ മീഡിയയിലും പ്രത്യക്ഷപ്പെടാറുള്ളത് ഷാനവാസ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അതിനനുകൂലമാണ്. മൻമോഹൻ സിംഗിനെ ഇഞ്ചോടിഞ്ച് പിൻപറ്റിക്കൊണ്ട് ന്യായീകരിച്ച് ഉയർത്തി പറയുന്ന MI ഷാനവാസ് ആണവ കരാറിന്റെ പ്രചാരകനാണ്. ആ MI ഷാനവാസിനെ പിന്തുണക്കുന്ന സമയത്ത് ജമാഅത്തെ ആണവ കരാറിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധം പിടിച്ചവർ എന്ത് ഷാനവാസിനെ പിന്തുണച്ചു പറയുന്ന സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് ഒരു നിലപാട്, വേറെ സ്ഥലത്ത് വേറെ നിലപാടോ? മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് മുക്കം പ്രദേശം, വയനാട് പാർലമെന്റിൽ മുക്കത്തിന് തൊട്ടടുത്ത് ഓമശ്ശേരി, കോഴിക്കോട് രൂപത്തിൽ മുക്കത്ത് ആണവ കരാറിന് അനുകൂലമായി, ഓമശ്ശേരിയിൽ ആണവ കരാറിന് എതിരായി. 3-4 കിലോമീറ്ററിന്റെ ഉള്ളിൽ ജമാഅത്തെ ഇസ്ലാമി എവിടെ നിന്ന് കിട്ടിയടോ നിനക്കൊരു നിലപാട്? മനുഷ്യന്റെ മുമ്പിൽ പറയുമ്പോൾ ആദർശം വേണ്ടേ? ഒരു സ്ഥലത്ത് ആണവ കരാറിന് അനുകൂലം, മറ്റൊരു സ്ഥലത്ത് ആണവ കരാറിനെതിരെ. പൊന്നാനിയിൽ എന്തുകൊണ്ടാ വോട്ട് കൊടുത്തു എന്ന് പറയുന്നത്? പൊന്നാനി പാർലമെന്റിൽ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് വോട്ട് കൊടുത്തു. എന്താ മലപ്പുറത്ത് കൊടുക്കാതിരിക്കാൻ കാരണം? മലപ്പുറത്ത് അഹമ്മദ് സാഹിബ് ആണവ കരാറിന് അനുകൂലമാണ്. ആണവ കരാർ ഒപ്പിടുന്ന സന്ദർഭത്തിൽ അടുത്തുപോലും ഇല്ലാത്ത ആളാണ് അഹമ്മദ് സാഹിബ്. അഹമ്മദ് സാഹിബ് ആണവ കരാറിന് അനുകൂലമാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് പറയട്ടെ, ആ അഹമ്മദ് സാഹിബിന് എന്ത് വ്യത്യാസമാ ടി മുഹമ്മദ് ബഷീർ സാഹിബിനുള്ളത്?
ആണവ കരാറിനെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രഗത്ഭനായ പ്രഭാഷകനാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്. ബഷീറിന് ആണവ കരാറിനോട് വിയോജിപ്പില്ല. ആണവ കരാറിനോട് അനുകൂലമാണ് മുസ്ലിം ലീഗ്. ആണവ കരാറിന് അനുകൂലമായിക്കൊണ്ട് മുസ്ലിം ലീഗിനെ ബോധവൽക്കരിക്കുന്ന നേതാവാണ് ബഷീർ സാഹിബ്. ആ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ആണവ കരാറിന് അനുകൂലമായിട്ട് ആണവ കരാറിനെ അനുകൂലിച്ച ഇ അഹമ്മദിന് വോട്ട് കൊടുക്കാതെ പൊന്നാനിയിൽ ഇ.ടി. ബഷീറിന് വോട്ട് കൊടുത്തു എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ രണ്ട് നിലപാട്? ഒരു ആദർശം വേണ്ട ജമാഅത്തിന്. പോവട്ടെ, പശ്ചിമ ബംഗാളിൽ എന്താ നിലപാടെടുത്തത്? മമതാ ബാനർജിക്ക് അനുകൂലമായി കൊണ്ട് നിലപാടെടുത്തു, കോൺഗ്രസിന് അനുകൂലമായി കൊണ്ട് നിലപാടെടുത്തു. എവിടെ? പശ്ചിമ ബംഗാളിലെ 25 സീറ്റിൽ 10 സീറ്റിൽ ഇടതുപക്ഷത്തിന്. എന്താ കാരണം? അവിടെ കോൺഗ്രസിന് വോട്ടില്ല. എന്താ കാരണം? ആണവ കരാറിൽ ഒപ്പിട്ടു. അതുകൊണ്ട് 10 സീറ്റിൽ ആണവ കരാറിനെ തുടർന്ന് ഇറങ്ങിപ്പോന്നവർ, 25 സീറ്റിലോ ആണവ കരാറിൽ ഒപ്പിട്ടവർ.